ക്ലെംസി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ട് ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ബീഫ് കഴുകി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഉള്ളി വാടി വന്നതിന് ശേഷം തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയതാണ്, ക്ലെംസി വ്ലോഗ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതിലേക്ക് ഞാൻ ബീഫ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ബീഫ്, ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്തതിന് ശേഷം ഈ സമയത്ത് മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇത് മൂടി വെച്ചിട്ട് 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇറച്ചി മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 5-6 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നെയ്പ്പത്തിലിൻ്റെ കൂടെയാണ് ഞാൻ ഈ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്പ്പത്തിലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നെയ്പ്പത്തിലിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് അരച്ചെടുത്തത് ചോറ് വെക്കുന്ന അരിയും പച്ചരിയും കൂടി ചൂടുള്ള വെള്ളത്തിൽ 4-5 മണിക്കൂർ കുതിർത്തെടുത്ത് അതിനുശേഷം കഴുകി മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് തേങ്ങ, ഒരു വലിയ സവാള, ചെറിയ ജീരകം, വലിയ ജീരകം എന്നിവ ചേർത്ത് അരച്ചെടുത്ത് കുറച്ച് അരിപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് ഉരുളകളാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പിന്നെ ഷെയർ ചെയ്യാം. എൻ്റെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇത് ഷെയർ ചെയ്തിട്ടും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളതുമായ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻഷാല്ലാ വരുന്നതായിരിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ബീഫ് കറി. താങ്ക് യു ഫോർ വാച്ചിങ്.